ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീരുമാനങ്ങൾ എടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുക, നടപ്പിലാക്കുക. ഈ കഴിവ് നമുക്കുണ്ടെങ്കിൽ ജീവിതം വേറെ ലെവലാകും. ഈ കഴിവുകളുള്ളവർ മറ്റുള്ളവരുടെ അംഗീകാരവും ബഹുമാനവും ഒക്കെ എളുപ്പം നേടിയെടുക്കും. പക്ഷേ പലർക്കും ഈ തീരുമാനമെടുക്കുക വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. ചിലരൊക്കെ പറയാറില്ലേ, ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ എനിക്ക് മൊത്തം കൺഫ്യൂഷനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞത് തീരുമാനങ്ങളാണല്ലേ. രാവിലെ തുടങ്ങും, പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും. രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം, എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് വേണം, പിന്നെ ഡ്രസ്സിങ്, ഏത് ഡ്രസ്സ് ഇടണം, പിന്നെ കുറച്ചുകൂടി ഹയർ ലെവലിലുള്ള ഡിസിഷൻ മേക്കിംഗ്, ഏത് കോഴ്സിന് ചേരണം, ഏത് കരിയറായിരിക്കണം, ആരെ വിവാഹം കഴിക്കണം, പിന്നെ വീട് പണി. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ മൊത്തം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഡിസിഷൻ മേക്കിംഗ്. ഇനി വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ ആരാണെന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ ഇതുവരെ എടുത്ത ഡിസിഷൻസിൻ്റെ ഒരു റിസൾട്ടാണ്. നമ്മളിപ്പോഴും പറയാറില്ലേ, ഹാപ്പിനെസ് ഈസ് അവർ ചോയ്സ്. സന്തോഷം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ ഡിസിഷൻ മേക്കിംഗ് ജീവിതത്തിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മറ്റു പല സ്കിൽസ് പോലെ വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒന്നാണ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതേക്കുറിച്ചാണ് ചർച്ച. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, അതേക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ കാര്യം, തീരുമാനം എടുക്കേണ്ടി വരുമ്പോഴേ ഐ ആം കൺഫ്യൂസ്ഡ് എന്ന് പറയരുത്. അത് സത്യസന്ധമായ ഒരു പ്രസ്താവനയല്ല. തീരുമാനം എടുക്കുക എന്നുള്ളത് കുറച്ച് എഫേർട്ട് വേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുമ്പോൾ നമ്മളിരുന്ന് ആലോചിച്ച് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണമെങ്കിൽ കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു മാർഗമായിട്ട് പലരും പറയുന്നതാണ് ഐ ആം കൺഫ്യൂസ്ഡ്. നമ്മളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ എന്താണ് ഇത്ര കൺഫ്യൂഷൻ? നമുക്കിരുന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് മാത്രമാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് ഐ ആം കൺഫ്യൂസ്ഡ്. അവിടെ നമ്മൾ ഓർക്കണം, ഈ കൺഫ്യൂഷൻ നമുക്ക് ഒരുപാട് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ആത്മപരിശോധന നടത്തുക അല്ലേ, ഈ പറയുന്നതിൽ വല്ല വാസ്തവമുണ്ടോ. ഇനി ശരിക്കും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലേ അത് നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക, കൺഫ്യൂഷൻ മാറ്റാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, പലപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കാത്തത് എന്തുകൊണ്ടാണെന്നോ, അതിലൊരു റിസ്ക് ഉണ്ടല്ലേ. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം തെറ്റിപ്പോകാം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാറുണ്ട്. അവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഏത് തീരുമാനം നമ്മൾ എടുത്താലും അതേക്കുറിച്ചൊരു 100% പ്രഡിക്ഷൻ നടത്താൻ പറ്റില്ല. 12ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേ ചില മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ ചോദിക്കാറുണ്ട്, ഏത് കോഴ്സിനാണ് ജോയിൻ ചെയ്യേണ്ടത്. സത്യത്തിൽ ഏത് കോഴ്സിനാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് വേറൊരാൾക്ക് എങ്ങനെ പറയാനൊക്കും അല്ലേ. ശരിക്കും ആ കോഴ്സിന് ജോയിൻ ചെയ്യേണ്ട ആളാണ് അതിന് തീരുമാനം എടുക്കേണ്ടത്. ആ തീരുമാനം എടുക്കണമെങ്കിൽ കോഴ്സുകളെക്കുറിച്ച് അറിയണം. അപ്പോൾ ഏത് കോഴ്സിന് ചേരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന കോഴ്സുകളുണ്ട്. പക്ഷെ അതിൻ്റെ ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് ആരാണോ കോഴ്സിന് ചേരേണ്ടത് അയാളാണ്. പലപ്പോഴും അതിൽ നിന്ന് അവർ മാറി നിൽക്കും. കാരണം ഇതിന് ചേർന്ന് എന്തെങ്കിലും പറ്റിയാൽ വേറൊരാളുടെ തലയിൽ വെക്കാൻ പറ്റില്ലല്ലോ. വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇത് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. ന്യൂ ജനറേഷൻ, നമ്മുടെ വിചാരം ലൈഫ് പാർട്ട്ണറെയൊക്കെ ഇപ്പോൾ അവർ സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഒരിക്കലൊരു പെൺകുട്ടി എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം അവളുടെ വിവാഹ കാര്യത്തിൽ വന്നെത്തി. ഞാനിങ്ങനെ ചോദിച്ചു, അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ടോ? അപ്പോൾ അവൾ പറയുകയാണേ, അതൊന്നും ഞാൻ ഏറ്റെടുക്കില്ല, അതൊക്കെ മാതാപിതാക്കൾ കണ്ടുപിടിക്കട്ടെ, എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും എനിക്ക് ഏറ്റെടുക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്ന അടുത്ത പ്രശ്നം അതാണല്ലേ. ഒരു റിസ്ക് എടുക്കാൻ നമുക്ക് വയ്യ. അപ്പോൾ നമ്മൾ സ്വന്തം കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനമെടുക്കാതെ അത് ആർക്കെങ്കിലുമൊക്കെ വിട്ടുകൊടുക്കും. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഏറ്റവും യോഗ്യത നമുക്ക് ഓരോരുത്തർക്കും തന്നെയാണ്. അതിൻ്റെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകണം. ധൈര്യമായിട്ട് നമ്മൾ ഡിസിഷൻ എടുത്തേ മതിയാവും. മൂന്നാമത്തെ കാര്യം, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നോ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മളെ ഒരുപാട് സ്വാധീനിക്കും. പലപ്പോഴും കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പൊതുജനാഭിപ്രായം വലിയ പ്രശ്നമുള്ള ഒന്നാണ്. എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവും.
അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിട്ടല്ല അഭിപ്രായം പറയുന്നത്. ഒരാൾ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അത് അയാളുടെ അഭിപ്രായമാണ് കേട്ടോ. അതിൽ ഫാക്റ്റ് ഉണ്ടാവണമെന്നില്ല, അത് സത്യമാവണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മളതൊക്കെ കേട്ടിട്ട് തീരുമാനമെടുക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതി ചില തീരുമാനങ്ങൾ എടുക്കും. അവിടെ നമുക്ക് ചെയ്യാവുന്നത് മറ്റുള്ളവർ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം, പക്ഷെ അതനുസരിച്ച് തീരുമാനമെടുക്കണമെന്നില്ല. എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമ്മൾ പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുക. അത് ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നതാകാം, നമ്മൾ വേറെ സോഴ്സിൽ കൂടി അറിഞ്ഞതാവാം. പക്ഷേ ഇതിലൊക്കെ എന്തുമാത്രം സത്യമുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാവണം. ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്താലേ നമുക്ക് നല്ലൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ അതും നമ്മളെ സ്വാധീനിക്കും. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മെസ്സേജൊക്കെ ഫോർവേഡ് ചെയ്യും. അതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച് നമ്മളൊരു തീരുമാനം എടുത്താൽ എങ്ങനെ ഇരിക്കും അല്ലേ? തീരുമാനം എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി 4ാമത്തെ കാര്യം എന്താണെന്നോ, അത് ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. പലതും അറിയാനുള്ള സോഴ്സ് ഇന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഞങ്ങൾ പഠിച്ചിരുന്നപ്പോഴേ 10ാം ക്ലാസ് കഴിഞ്ഞാൽ കൺഫ്യൂഷനൊന്നുമില്ല, അടുത്തത് പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രിക്ക് ചേരുക. അതിനിടയിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കുറച്ച് സീറ്റ്സ് ഉണ്ടാവും, എൻജിനീയറിങ്ങിനും മെഡിസിനും. അവിടെ ഒരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നില്ല, നമ്മളങ്ങോട്ട് തീരുമാനം എടുക്കും, കാരണം അത്ര ഓപ്ഷൻസേ ഉള്ളൂ. ഇന്നങ്ങനെയല്ലല്ലോ, എന്തുമാത്രം ഓപ്ഷൻസാണ്. അത് വേണോ ഇത് വേണോ. ഒരു ഡ്രസ്സ് എടുക്കാൻ നമ്മൾ കടയിൽ ചെന്നാലോ, ഡ്രസ്സുകൾ തിരഞ്ഞ് നമ്മൾ മടുക്കും. ചിലർ കണ്ടിട്ടില്ലേ, ഒരു കടയിൽ ചെന്ന് എല്ലാം വലിച്ചു വരിയിടും, അതൊന്നും ഇഷ്ടപ്പെടില്ല, അടുത്ത കടയിലേക്ക് പോകും, 3ാമത്തെ കട കഴിഞ്ഞ് പിന്നെ ആദ്യത്തെ കടയിലേക്ക് തിരിച്ചു വരും. അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷൻ വരാനുള്ള ഒരു കാരണം ഈ ഓപ്ഷൻസാണ്. ഇനി വീട് പണിയണമെങ്കിലോ, എന്തൊക്കെ ടൈപ്പിലുള്ള വീടുകളാണല്ലേ, അതിൽ എങ്ങനെയുള്ള വീടാണ് എനിക്ക് പണിയേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പ്രയോറിറ്റീസ് നോക്കുക. ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെങ്കിൽ എന്ത് കളറാണ് എനിക്ക് വേണ്ടത്, സ്റ്റഫ് എങ്ങനെയായിരിക്കണം, എൻ്റെ ബഡ്ജറ്റ് എത്രയാണ്. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി വരുമ്പോൾ എന്തിനാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഞാൻ സാധാരണ ഡ്രസ്സ് വാങ്ങുമ്പോൾ ആദ്യത്തെ പ്രയോറിറ്റി അതിൻ്റെ പ്രൈസാണ്. ഒരു ലെവലുണ്ടാവും, അതിൻ്റെ ലെവലിൻ്റെ അപ്പുറത്തുള്ള ഒരു സാധനം ഞാൻ വാങ്ങില്ല എന്ന് തീരുമാനിക്കും. പിന്നെ കളറ്, പിന്നെ അതിൻ്റെ സ്റ്റഫ് എങ്ങനെയായിരിക്കണം, അങ്ങനെ കുറച്ച് പ്രയോറിറ്റീസ് നിശ്ചയിച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ പോണത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കുറച്ച് മിനിമൈസ് ചെയ്യാൻ പറ്റും. എല്ലാത്തിലും കിടന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പ്രൈസ് തന്നെ വരുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് മാറിക്കിട്ടും, കളറ് വരുമ്പോൾ കുറേ ഓപ്ഷൻസ് മാറിക്കിട്ടും. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടി എളുപ്പമാകും. ഒരു കോഴ്സ് തിരഞ്ഞെടുക്കണമെങ്കിലോ തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഏതാണ് ഇഷ്ടമുള്ളത്, നമുക്ക് ഏതാണ് പഠിക്കാൻ കഴിവുള്ളത്, എവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രിഫറൻസ് കൊടുത്തു വരുമ്പോൾ നമുക്ക് ഓപ്ഷൻസിൻ്റെ എണ്ണം കുറഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് കുറേ റുട്ടീനായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഇല്ലേ, അതിലും നമ്മുടെ ഈ ഓപ്ഷൻസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. രാവിലെ ഒരു ഡ്രസ്സ് ഏത് വേണമെന്ന് തീരുമാനിക്കുമ്പോൾ ഒരുപാട് ഡ്രസ്സുള്ളവർക്ക് വല്ലാത്ത കൺഫ്യൂഷനായിരിക്കും. ഒരെണ്ണം എടുക്കുമ്പോൾ തോന്നും ഇതല്ല മറ്റേത് കൊടുക്കാം, ഒരെണ്ണം ഉടുത്ത് കഴിയുമ്പോൾ അത് മാറി വേറെ കൊടുക്കും, ഇത് കഴിഞ്ഞ ആഴ്ച ഉടുത്തതാണ് ഈ ആഴ്ച അപ്പോൾ ശരിയാവില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് ഒരു കാര്യം വേണമെന്ന് തീരുമാനിക്കാൻ. അപ്പം നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത് തീരുമാനമെടുക്കുന്നതിൽ പ്രശ്നമുണ്ടാക്കും. നമുക്കിതിന് മാത്രം സാധനങ്ങൾ വേണോ, എന്നിട്ട് തീരുമാനമെടുക്കാൻ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ പലതരത്തിൽ ഈ ഓപ്ഷൻസിനെ മാനേജ് ചെയ്ത് നമുക്ക് നല്ലൊരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റും. 5ാമത്തെ കാര്യം എന്താണെന്നോ, തീരുമാനമൊക്കെ എടുക്കും ചിലർ, ഒന്നും നടപ്പിലാകില്ല. അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പിലാക്കിയില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ജസ്റ്റ് മൂവ് ഓൺ, തുടങ്ങുക. റോമിലേക്കുള്ള യാത്ര ആദ്യത്തെ ചുവടുവയ്പ്പിലൂടെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ GPS ഇട്ട് വണ്ടി ഓടിക്കാറില്ലേ, നമ്മൾ GPS ഇട്ട് വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കൃത്യസ്ഥലത്ത് എത്തിക്കോളും. ഇടയ്ക്ക് തെറ്റിപ്പോകുമ്പോൾ GPS കറക്റ്റ് ചെയ്ത് അത് കൃത്യമായിട്ട് ആ സ്ഥലത്ത് എത്തിച്ചോളും. അതിന് GPS ഇട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ, മൂവ് ചെയ്യാൻ തുടങ്ങണ്ടേ. ഇതുപോലെ തന്നെയാണ്, നമ്മളൊരു ഡിസിഷൻ എടുത്തു, ജസ്റ്റ് സ്റ്റാർട്ട്. അതിൽ വലിയ കാര്യമുണ്ട് കേട്ടോ, ജസ്റ്റ് സ്റ്റാർട്ട്. അത് പകുതി വെച്ച് തെറ്റിയാലും നമുക്കൊരു കറക്റ്റീവ് മെഷർ എടുത്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടാവും. 6ാമത്തെ കാര്യം, തീരുമാനങ്ങളെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില പ്രതിസന്ധികൾ ഉണ്ടാകാം. അതുകൊണ്ട് നമ്മളത് നിർത്തി ലക്ഷ്യത്തിലേക്ക് എത്തില്ല എന്ന് തീരുമാനിക്കരുത്. ഈ പ്രതിസന്ധികളും ഡെസ്റ്റിനേഷനുമായിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്.
ഡെസ്റ്റിനേഷൻ അവിടെയുണ്ട്, അതിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. അങ്ങനെ നടന്നെടുക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണണം. ചില പ്രതിബന്ധങ്ങളുണ്ടാകാം. അപ്പോൾ നമ്മൾ കാമായിട്ട് നിന്ന് ആ പ്രതിബന്ധങ്ങളെ എങ്ങനെ മറികടക്കാമെന്നാണ് ചിന്തിക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ ഞാനൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് എന്താണെന്നോ, അങ്ങനെ കുറച്ച് പ്രതിബന്ധങ്ങളൊക്കെ ഓവർകം ചെയ്ത് അത് നേടിയെടുക്കുമ്പോഴാണ് അത് കൂടുതൽ മധുരതരമാകുന്നത്, അല്ലേ? ആ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്ത് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഇല്ലേ, ഡോപ്പമിനൊക്കെ ആക്ടിവേറ്റഡ് ആകുന്നത് ശരിക്കും ഇങ്ങനെയുള്ള പ്രതിബന്ധങ്ങളെ ഓവർകം ചെയ്ത് നമ്മൾ ആ ലക്ഷ്യത്തിലെത്തുമ്പോഴാണ്. ഇന്ന് വളരെ ലളിതമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്തത്, ഡിസിഷൻ മേക്കിംഗ്. ലളിതമാണെങ്കിലും പലരെ സംബന്ധിച്ചും ഡിസിഷൻ മേക്കിംഗ് വളരെ സങ്കീർണമാണ്. ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണം, അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിന് പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്